അവലിട്ട് കൊടുക്കണം. അവലൊക്കെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുത്തേക്കാം. പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തേക്കാം. ഒരു 1/2 കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുത്തേക്കാം. പൊട്ടുകടലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഒരു 1/2 കപ്പ് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കോരിയെടുത്തേക്കാം. ഈ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി വെച്ച് കൊടുത്തേക്കാം. ഒരു ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുത്തേക്കാം. ഇതൊക്കെ മൂത്തുണ്ട്, വേഗം തന്നെ കോരിയെടുത്തേക്കാം. ഇത് പ്ലേറ്റിലേക്ക് മാറ്റി 3 കപ്പ് നാളികേരം ചിരകി ചേർത്ത് കൊടുക്കണം. വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നാളികേരത്തിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തേക്കാം. ഇത് ഫുള്ള് വറ്റി വരണം കേട്ടോ. ശർക്കരപ്പാനിയൊക്കെ വറ്റി നാളികേരമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ജീരകത്തിൻ്റെ പൊടി ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ശർക്കരപ്പാനിയും നാളികേരമൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടുകടലയും അതേപോലെ കാഷ്നട്ടും എള്ളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ അവിൽ ചേർത്ത് കൊടുക്കാം. ഈ അവിലേക്ക് ഈ ശർക്കരയും നാളികേരമൊക്കെ നന്നായി മിക്സ് ചെയ്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അവിൽ വിളയിച്ചതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.